ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB റാങ്കേഴ്സ്. ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഈസ് റിലേറ്റഡ് ടു ഡാഷ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ. ആൻസർ: കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് വെച്ചാൽ സഹകരണ സംഘങ്ങൾക്കിടയിൽ സഹകരണം എന്നാണ്. അതായത് എല്ലാ സഹകരണ സംഘങ്ങളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുക. എന്താണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്ന് നോക്കാം. അതായത് ഒരു ക്രെഡിറ്റ് സൊസൈറ്റി ക്രോപ്പ് ലോൺ നൽകുമ്പോൾ മെമ്പേഴ്സിന് ഒരു വ്യവസ്ഥ വയ്ക്കും. അതായത് എന്തുൽപ്പന്നമാണോ ഉൽപ്പാദിപ്പിക്കുന്നത് ആ ഉൽപ്പന്നം മാർക്കറ്റിംഗ് സൊസൈറ്റിയിലൂടെ മാത്രമേ വിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ശേഷം ഹാർവസ്റ്റിന് മുമ്പായിട്ട് ക്രെഡിറ്റ് സൊസൈറ്റി അംഗങ്ങളുടെ ലോൺ എടുത്ത അംഗങ്ങളുടെ വിവരങ്ങളും എമൗണ്ടും അടങ്ങുന്ന ഒരു ഡിമാൻഡ് ലിസ്റ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റിക്ക് കൈമാറും. മാർക്കറ്റിംഗ് സൊസൈറ്റി ഈ അംഗങ്ങളുടെ ഉൽപ്പന്നം വിറ്റതിന് ശേഷം ആ എമൗണ്ടിൽ നിന്ന് ഈ ലോൺ എമൗണ്ട് പിടിക്കും. ഇങ്ങനെ മാർക്കറ്റിംഗ് സൊസൈറ്റിയും ക്രെഡിറ്റ് സൊസൈറ്റിയും ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഇതിനെയാണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ICA appointed a subcommittee in Dash for the second reformulation of cooperative principle. ആൻസർ: 1964. DG കാർവെ അധ്യക്ഷനായ കമ്മിറ്റിയാണിത്. 1966 റിപ്പോർട്ട് സമർപ്പിച്ചത്. The Government of India appointed a Dash committee in 1901 to study the question of starting cooperative credit societies in India. ആൻസർ: സർ എഡ്വേർഡ് ലോ കമ്മിറ്റി. ഈ കമ്മിറ്റിയിലെ 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്: സർ എഡ്വേർഡ് ലോ, ഡ്യൂപ്പർ മിക്സ്, ഫ്രെഡറിക് നിക്കോൾസൺ. ഡാഷ് ഈസ് എ ഫണ്ട് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ലെവി ഓഫ് അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ഓൺ മിൽമെയ്ഡ് ക്ലോത്ത്സ്. ആൻസർ: സെസ് ഫണ്ട്. മിൽമെയ്ഡ് ക്ലോത്ത്സിന് അധിക എക്സൈസ് തീരുവ ഈടാക്കുന്നതിലൂടെ രൂപീകരിച്ച ഫണ്ടാണ് സെസ് ഫണ്ട്. സെസ് ഫണ്ടിൻ്റെ ഓൾഡ് നെയിം ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്നാണ്. രൂപീകരിച്ച 1953. ഡ്യൂട്ടി ഓഫ് എ സെയിൽ ഓഫീസർ ഈസ് ഡാഷ്. ആൻസർ: കണ്ടക്ട് അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ. മിനിമം ഏജ് ടു ബിക്കം എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ആൻസർ: 18 ഇയേഴ്സ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗമാകാൻ വേണ്ട മിനിമം ഏജ് 18 വയസ്സാണ്. പർച്ചേസ് പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ആൻഡ് ഫൈബർ സബ്സിഡി സ്കീം ഈസ് റിലേറ്റഡ് ടു ഡാഷ്. ആൻസർ: കൊയർഫെഡ്. മാർക്കറ്റ് ഫെഡ് ഓർഗനൈസ്ഡ് ആസ് എ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ ഇൻ മലബാർ ഏരിയ. ആൻസർ: ഡിസംബർ 24, 1942. Integrated Fisheries Development Project was introduced by Malsifed with the financial assistance of Dash. Answer: NCDC. Electoral officer published preliminary voters list in form number. Answer: 34. Preliminary voters list ന്റെ ഫോം നമ്പർ 34 ആണ്. ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് ആണെങ്കിൽ 35. ഇലക്ട്രൽ ഓഫീസറാണ് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റും ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റും പബ്ലിഷ് ചെയ്യുന്നത്. MBP ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫിക്സഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡാഷ്. ആൻസർ: പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഫണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാക്സിമം ബോറോവിംഗ് പവർ ഫിക്സ് ചെയ്യുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെയും റിസർവ് ഫണ്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ്. മിനിസ്റ്റർ ഓഫ് കോപ്പറേഷൻ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഇനാക്ട്മെൻറ്റ് ഓഫ് കേസീസ് ആക്ട്. ആൻസർ: PR കുറുപ്പ്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുമ്പോൾ കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആയിരുന്ന PR കുറുപ്പാണ്. വിച്ച് സൊസൈറ്റി ഹാവിംഗ് മോർ ദാൻ 1 ഡിസ്ട്രിക്ട് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഹാവിംഗ് ദ ഗവൺമെൻറ്, ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് ഇറ്റ്സ് മെമ്പേഴ്സ്. ആൻസർ: ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒന്നിൽ കൂടുതൽ ഡിസ്ട്രിക്റ്റുകൾ പ്രവർത്തനപരിധിയായിട്ടുള്ളതും ഗവൺമെൻറ്റും ഇൻഡിവിജ്വൽസും മറ്റു കോപ്പറേറ്റീവ് സൊസൈറ്റികളും അംഗങ്ങളായിട്ടുള്ള സൊസൈറ്റിയെയാണ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ലിനാക് സ്റ്റാൻഡ്സ് ഫോർ. ആൻസർ: ലക്ഷ്മൺ റാവു ഇനാംദർ നാഷണൽ അക്കാദമി ഫോർ കോപ്പറേറ്റീവ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്.
NCDCയുടെ കീഴിലുള്ള ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലിനാക്ക്. സ്ഥിതി ചെയ്യുന്നത് ഗുർഗാവോൺ, ഹരിയാന. The first cooperative society registered under the Cochin Cooperative Societies Act. ആൻസർ ഇടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രൂപീകരിച്ച ഫസ്റ്റ് സൊസൈറ്റിയാണ് ഇടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നടേശൻ കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ടു സ്റ്റഡി അബൌട്ട് ഡാഷ് കോപ്പറേറ്റീവ്സ്. ആൻസർ കൺസ്യൂമർ സൊസൈറ്റീസ്. Dash is the method the sale price of a commodities are fixed a bit lower than prevailing market price. Answer active price policy. മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ എമൗണ്ടിന് കമ്മോഡിറ്റീസ് സെയിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആക്റ്റീവ് പ്രൈസ് പോളിസി. NFDB was established in. Answer 2006. NFDB means നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡ്. ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദാണ്. സർവപ്രിയ ഫുഡ് പ്രോഗ്രാം ഈസ് റിലേറ്റഡ് ടു ഡാഷ്. ആൻസർ നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. സർവപ്രിയ ഫുഡ് പ്രോഗ്രാം ഈസ് റിലേറ്റഡ് ടു നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. മിനലോഗ ഈസ് എ പബ്ലിക്കേഷൻ ഓഫ് ഡാഷ്. ആൻസർ ഫിഷ് കോഫെഡ്. മിനലോഗ ഫിഷ് കോഫെഡിൻ്റെ ക്വാർട്ടർലി മാഗസിനാണ്. ഒഡിയ ലാംഗ്വേജിലാണ് ഉള്ളത്. ഫിഷ് കോഫെഡിൻ്റെ ഫുൾ ഫോം നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നാണ്. നാപ്സ്കോപ്പ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ഡാഷ്. ആൻസർ 19th May 1964. നാപ്സ്കോപ്പിൻ്റെ ഫുൾ നെയിം നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എന്നാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയാണ്. NHRDF registered under Dash Act. Answer Societies Registration Act 1860. NHRDFൻ്റെ ഫുൾ നെയിം നാഷണൽ ഹോർട്ടിക്കൾച്ചറൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ എന്നാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. എക്സ്റ്റാബ്ലിഷ് ചെയ്തത് November 3, 1977. Dash are sums that usually do not have to be repaid but are to be used for defined purpose. ആൻസർ ഗ്രാൻഡ്. ഗ്രാൻഡ് തിരിച്ചടയ്ക്കേണ്ട, പക്ഷേ ഡിഫൈൻ ചെയ്ത പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്. The society advance loan for repair or remodeling of existing house is called. ആൻസർ കോപ്പറേറ്റീവ് ഹൗസ് മോർട്ട്ഗേജ് സൊസൈറ്റി. നിലവിലുള്ള ഹൗസിൻ്റെ റിപ്പയർ ചെയ്യാനോ റീമോഡലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടോ ലോൺ നൽകുന്ന സൊസൈറ്റികളാണ് കോപ്പറേറ്റീവ് ഹൗസ് മോർട്ട്ഗേജ് സൊസൈറ്റികൾ. ഡാഷ് സൊസൈറ്റീസ് ആർ ഓൾസോ കോൾഡ് ഡിസ്ട്രിബ്യൂട്ടീവ് സൊസൈറ്റീസ്. ആൻസർ കൺസ്യൂമർ സൊസൈറ്റീസ്.